ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ലക്ഷ്മിയാസ് യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മാഗി മസാലയും ഒരു എഗ്ഗും വെച്ചിട്ട് നമുക്കിത് സൂപ്പർ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പി മസാലയാണ് എടുക്കുന്നത്. ഇപ്പി മസാല ഇല്ലെങ്കിൽ മാഗി മസാലയും യൂസ് ചെയ്യാം. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ രണ്ടിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇപ്പി വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മസാലയാണിത്. പിന്നെ ഞാനൊരു എഗ്ഗാണ് എടുക്കുന്നത്. 2-3 എഗ്ഗിൽ നമുക്ക് ഒരു മസാല കൊണ്ട് ഈ ഡിഷ് തയ്യാറാക്കാം. അപ്പം എനിക്കും അനിയനും മാത്രം മതി. ഈ ഡിഷ് നമുക്ക് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിനോട് സൈഡ് ഡിഷായിട്ടും കഴിക്കാം. പിന്നെ ഞാൻ സവാളയും ടൊമാറ്റോവും ചില്ലിയും ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. മിക്സ് ആക്കിയതാണ് ഞാൻ. ഒരു ചെറിയ സവാള മാത്രം മതി. പിന്നെ തക്കാളി 1ൻ്റെ പകുതി മതി. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ട ബൗളിൽ പൊട്ടിച്ചിടാം. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തും കുറച്ച് ചേർക്കും. അതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. മുട്ടയായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നാളെ മിക്സ് ചെയ്യാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം നമുക്ക്. ഈ മിക്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് പാനിലാണ്. പാനോ നോൺ സ്റ്റിക്കോ ഏത് പാത്രം വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സവാള ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് കുറച്ച് മാഗി മസാല ഇതിനകത്തേക്ക് ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ചിട്ടാൽ മതി. ഇത് നമുക്ക് നല്ല മിക്സ് ആക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മസാലകൾ ഇടാറുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മുളക് പൊടി. നമ്മൾ നേരത്തെ ഇതിനകത്ത് പച്ചമുളകുള്ളതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല, അത് ഓപ്ഷനിലാണ്. ഇനി ഈ മിക്സ് ബ്രൗണിഷ് കളറാകുമ്പോൾ ഇതിൽ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ഡിഷ് റെഡിയായി വരുന്നുണ്ട്.
ഇനി ഈ ഡിഷിലേക്ക് നമുക്ക് മാഗി മസാല ചേർക്കാം. ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ചുകൂടി ചേർക്കണം. നമുക്ക് വളരെ അല്പം ചേർത്താൽ മതി. നമുക്ക് നല്ല മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി മസാലേൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നപ്പോൾ നല്ലൊരു മണമാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ തന്നെ കഴിക്കാൻ പൂതിയാകുന്നു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എനിക്കൊരു സ്പൂൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അനിയനാണ് തീർത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.